കഥ വൈറൽ പിക്ചർ. എഴുതിയത് റോഷ്ന RS. ശബ്ദം ജയശ്രീ രാജേഷ്. വല്യമ്മച്ചി ഉണ്ടായിരുന്നേൽ ഒരു ഈർക്കിൽ കൊള്ളി പോലായല്ല അവളിപ്പം പെണ്ണേ എന്ന് എന്നോട് മൂളുമായിരുന്നു. അല്ലെങ്കിലും അവരുടെ നല്ല കാലത്ത് ഉപ്പൂറ്റി തൊടുങ്കണക്കെ നീണ്ടുകിടക്കുന്ന തലമുടിയും വിരിഞ്ഞ നെഞ്ചും ഉടുപ്പിന്റെ അളവിനെ എതിർക്കുന്ന ശരീരവടിവുമെല്ലാം അവർക്കുണ്ടായിരുന്നു. അയൽക്കാരും കളിക്കൂട്ടുകാരുമായതുകൊണ്ട് അന്നയുടെ വല്യമ്മച്ചി എൻ്റേതുമായി മാറി. എന്തായാലും 2 മാസം മുന്നേ മടങ്ങി വരാത്തൊരു ലോകത്തേക്ക് അവർ പോയത് നന്നായെന്ന് എനിക്ക് തോന്നി. അന്നയാണ് എന്നെ ഓർക്കാപ്പുളിങ്ങകളുടെയും നീല മഷിക്കളറുള്ള മുള്ളമ്പഴത്തിൻ്റെയും രുചിക്കൂട്ടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. +2 ശേഷം രണ്ടാളും വെവ്വേറെ സ്ഥലത്തായപ്പോൾ കോണ്ടാക്റ്റ് കുറഞ്ഞു. പിന്നെ കാണുന്നത് ഒരു ക്രിസ്മസ് കാലത്താണ്. ഞാനും അന്നയും തുണിക്കടയിലോട്ട് പോകാൻ ബസ് കാത്ത് നിൽക്കുമായിരുന്നു. എൻ്റെ അന്നയാണെന്ന് കണ്ടാ തോന്നത്തേയില്ലായിരുന്നു. ഇതെന്തുവാടി, നിന്റെ പിരികത്തിനകത്തൂട്ട ഒരു വെട്ടുകിടപ്പുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചതും അവൾക്ക് ചിരി പൊട്ടി. അതൊരു സീക്രട്ടാണെന്ന് പറഞ്ഞ് അവൾ എൻ്റെ കവിളത്തൊന്നിറുക്കി. ആ രഹസ്യത്തെ ഓർത്ത് ഞാൻ അവളുടെ ചുണ്ടിനടുത്തേക്ക് കാതു കൂർപ്പിച്ചു നിന്നു. TV-യിലൊക്കെ ഗുണ്ടകളുടെ നെറ്റിയിൽ കണ്ടിട്ടില്ലേടിയേ? ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാ. ഫൗണ്ടേഷൻ കൊണ്ട് പാട് വരച്ചുണ്ടാക്കിയതാ. കണ്ടാ പെട്ടെന്ന് അറിയത്തില്ല. എനിക്ക് ആ ട്രെൻഡ് ശരിക്കും അറിയില്ലായിരുന്നു. പണിക്ക് നിർത്തിയിട്ട ബസ്സിനെ കുറിച്ച് അറിയാതെ ഇറങ്ങിയത് കൊണ്ട് ഇത്തിരി അധികം വർത്തമാനങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടായി. 12ാം ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേരുമ്പോൾ പോളിസ്റ്റർ ചുരിദാറിനുള്ളിൽ വില കുറഞ്ഞ പെർഫ്യൂം മണവും വലിച്ചുകൊണ്ടാണ് അവൾ ബസ് കയറിയതെന്ന ഓർമ്മ എനിക്കുണ്ട്. അന്ന് വിലാസം അറിയില്ലെങ്കിലും എൻ്റെ അന്നയ്ക്കെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പേജ് തീരാറായ ബുക്കുകളിൽ എല്ലാ വിശേഷങ്ങളും എഴുതി നിറച്ചു. പഠിപ്പിന് കോയമ്പത്തൂർ പോയി നിന്നപ്പം ഓരോ വിളിയിലും അന്ന വന്നിരുന്നെന്നും തടിച്ച് വെളുത്ത സുന്ദരിയായിട്ടുണ്ടെന്നും അമ്മച്ചി എന്നെ ഓർമ്മിപ്പിച്ചു. ചെറിയൊരു പാർട്ട് ടൈം ജോബ് ഒത്തു വന്നപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ എനിക്കും അനിയത്തിക്കും പിന്നെ അന്നയ്ക്കും 1-2 പോളിസ്റ്റർ കുപ്പായങ്ങൾ വാങ്ങി വെച്ചു. അവളെ നേരിൽ കണ്ടപ്പോൾ വാങ്ങിയ കുപ്പായം അവൾക്ക് കൊടുക്കേണ്ടതില്ലെന്ന് നാണിച്ച് പറമ്പുപണിക്ക് വരുന്ന ചേട്ടത്തിയുടെ കയ്യിൽ മകൾക്കായി കൊടുത്തയച്ചു. അന്ന ട്രെൻഡുകളിൽ ഉറങ്ങി എണീറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിന്റെ സിമന്റ് തടത്തിലിരുന്ന് പച്ച വെളിച്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് അവൾക്കൊപ്പം ഞാൻ ഊളിയിട്ടു. ഞാൻ സിംഗിൾ ആടിയേ. വണ്ണം വെച്ച് നല്ല കുപ്പായങ്ങൾക്കും എന്നെ വേണ്ട, പ്രേമിക്കാൻ ചെക്കന്മാർക്കും എന്നെ വേണ്ട. ഞാനൊരു രസം പിടിച്ച കളി കണ്ടെത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിലാ. ടെക്സ്റ്റോണിനൊപ്പം എത്തുന്ന ഹായ്ക്കോ ഹലോക്കോ മറുപടി കൊടുത്ത അപ്പുറത്ത് എന്നെ പോലെ ആർക്കും വേണ്ടാത്ത എത്രയോ ആളുകളെ കാണാൻ പറ്റും. കൊള്ളാവുന്ന പെൺപിള്ളേരുടെ പിന്നാലെ പ്രേമിച്ചു നടക്കുകയും നേരിൽ കണ്ടാൽ എന്നോട് ചിരിക്കുക പോലും ഇല്ലാത്ത ചെലവന്മാർ ഇവിടെ വന്ന് എന്നോട് നല്ലോണം മിണ്ടും. എന്നാ രസവാ, ഒരു അയണി തോന്നുന്നില്ലേ നിനക്ക്? അന്ന ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സ് ഈശോയ്ക്ക് കുരിശു വരച്ചു. വേണ്ടടിയേ, നിനക്ക് ജീവിക്കാൻ നല്ലൊരു കുരിപ്പിനെ കിട്ടാണ്ടിരിക്കില്ല. നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതും പറഞ്ഞേച്ച് പാഞ്ഞു വന്ന ബസ്സിൽ കിട്ടിയ 2 സീറ്റുകളിലായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പഴയ അന്നയെ തിരഞ്ഞുകൊണ്ടിരുന്നു. വല്യമ്മച്ചി പോയത് പള്ളിപ്പെരുന്നാളിനോടടുപ്പിച്ചായിരുന്നു. ലീവ് തീർന്നു പോയതുകൊണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പൈസ തരപ്പെടാത്തതുകൊണ്ടും അന്ന് നാട്ടിലെത്താൻ ഒത്തില്ല. 3 മാസം കഴിഞ്ഞ് അന്നയെ കെട്ടിപ്പിടിച്ച് കരയാൻ മുട്ടി ഞാൻ നാട്ടിലേക്ക് ഓടി. ശൂന്യത തളം കെട്ടി കിടന്ന് അവൾ എന്നെ തിരിച്ചറിയാനാവാതെയിരുന്നു. അമ്മച്ചി ചെമ്പരത്തി വേലികളെ 2ആയി പകുത്ത് അവരുടെ മുറ്റത്തേക്ക് വന്നു. പെണ്ണേ, അവളെക്കുറിച്ചിങ്ങനെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയാന്ന് വെച്ചാ? അവളും ഫേസ്ബുക്ക് പ്രേമത്തിൽ ഒട്ടിപ്പോയത്രടിയേ. ആരോടോ ചിരിച്ച് നേരിൽ കണ്ടപ്പോൾ രണ്ടും കരഞ്ഞിരുന്നത്രടിയേ. അതിലവൾ കുടുങ്ങിയില്ല. ഡോക്ടർമാരെ കണ്ട് കുറിപ്പടിയും വാങ്ങിച്ച് തടി കുറയ്ക്കാൻ കണ്ട ജാതി മരുന്നെല്ലാം തിന്നാ പോലും മെലിഞ്ഞേ. ലൈക്കും ഷെയറും എന്നിട്ടും കുറവായി പോലും. നിങ്ങളുടെ വല്യമ്മച്ചിക്ക് എന്നും മോളെ പറ്റി സങ്കടം തന്നെയായിരുന്നു. ഇനി നമ്മളേ ഉള്ളവൾക്ക്. എൻ്റെ മനസ്സിൽ അവളുടെ ശൂന്യമായ നോട്ടവും മുമ്പത്തെ ട്രെൻഡിനൊത്ത അന്നയും മാറി മാറി വന്നു. ശ്രദ്ധയും പരിഗണനയും കിട്ടാതെ അവൾ കൂടുതൽ വിഷാദത്തിലാണ്ടു പോയിരിക്കണം.
ഭക്ഷണം മുറയ്ക്ക് ചെല്ലാതെ അവൾ തീർത്തും മെലിഞ്ഞുണങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയയിലെ അവളുടെ ലോകം, ട്രെൻഡുകൾ പിന്തുടർന്നുള്ള ജീവിതം എല്ലാം വെറും ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയ്ക്കകത്തും പുറത്തും പണ്ട് തടിച്ചതുകൊണ്ട് കളിയാക്കിയവരും ഇപ്പോൾ മെലിഞ്ഞതുകൊണ്ട് ശ്രദ്ധിക്കാത്തവരുമെല്ലാം അവളെ വേദനിപ്പിച്ചു. അവളുടെ സൂക്ഷിപ്പുകളിൽ ഒരു കടലാസ് എനിക്ക് നേരെ കണ്ണുമിന്നിച്ചു. ഞാൻ തടിച്ചിരുന്നപ്പോഴും മെലിഞ്ഞപ്പോഴും എൻ്റെ ഓരോ മാറ്റവും വല്യമ്മച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ട്. വല്യമ്മച്ചി പോകുമ്പോൾ ഞാനും തനിച്ചാകും. ഈ ലോകത്ത് എനിക്ക് ആരുമില്ലാതാകും. എൻ്റെ ഫേസ്ബുക്ക് ID തുറന്ന് അന്നയ്ക്കൊരുമ്മയെന്നും പറഞ്ഞ് കുറിച്ചിട്ട അവളുടെ ആദ്യത്തെ രചനയെന്ന് തോന്നിച്ച ഏകാന്തതയിലെ 100 വരികൾ 1 മില്യൺ ലൈക്കുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അവളും തൊട്ടിരിക്കുകയും വല്യമ്മച്ചിയുടെ നീളൻ മുടിയുടെ അദൃശ്യമായൊരു തലോടൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.